ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഫെറാറോ റോച്ചർ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. കറക്റ്റ് 1 kg തൂക്കം വരുന്നൊരു ഫെറാറോ റോച്ചർ കേക്കാണ് നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനിപ്പോൾ ചോക്ലേറ്റ് സ്പോഞ്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. 7 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നിലാണ് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുത്തത്. അതുകൊണ്ട് തന്നെ ഇത് 4 ലെയറായിട്ട് നമുക്ക് കറക്റ്റായിട്ട് മുറിച്ചെടുക്കാനായിട്ട് പറ്റും. ആദ്യം തന്നെ നമുക്ക് ഈ കേക്കിന് ആവശ്യമായ ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് തയ്യാറാക്കി വെക്കാം. ഞാനിപ്പോൾ 100 ഗ്രാം മിൽക്ക് ചോക്ലേറ്റ്, 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 100 ml വിപ്പിംഗ് ക്രീം ചൂടാക്കി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 2 മിനിറ്റ് മാറ്റി വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കേക്കിൽ ഞാനിപ്പോൾ ക്രം കോട്ട് വരെ കൊടുക്കുന്നത് വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ്. അതിനുശേഷം ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ടാണ് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കുന്നത്. ഇത് ഏകദേശം ഒരു മണിക്കൂറോ 2 മണിക്കൂറോ മുന്നേ മാറ്റി വെക്കണം, എന്നാലേ കറക്റ്റ് സെറ്റായിട്ട് വരുള്ളൂ. ഫ്രിഡ്ജിലോട്ടൊന്നും വെക്കേണ്ടിട്ട് നോർമൽ റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കട്ടയില്ലാതെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് ഏകദേശം 1.25 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം നന്നായിട്ട് സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ന്യൂട്ടല്ല ചേർത്ത് കൊടുക്കാം. ന്യൂട്ടല്ല ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു ബീറ്റർ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ വിസ്ക് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ക്രീമാണ് നമ്മൾ ലെയർ ചെയ്യാനും ക്രം കോട്ട് ചെയ്യാനായിട്ടും എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രീം വെച്ചിട്ട് ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ കസ്റ്റമറുടെ ഇഷ്ടപ്രകാരം ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ടാണ് കവർ ചെയ്തെടുക്കുന്നത്. ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് ക്രീം എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ക്രീം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിൻ്റെ ഷുഗർ സിറപ്പ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കണേന്ന് നോക്കാം. ഇതിപ്പോൾ 2 കപ്പ് വെള്ളത്തിലേക്ക് 1 കപ്പ് പഞ്ചസാരയും അതിൻ്റെ കൂടെ 2-3 ചെറിയും കൂടി ചേർത്തിട്ട് തിളപ്പിച്ചെടുത്തിരിക്കുന്ന വെള്ളമാണ്. അതിലേക്ക് നമുക്ക് ചൂടോട് കൂടി തന്നെ 1 ടീസ്പൂൺ ന്യൂട്ടല്ലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു ന്യൂട്ടല്ലയുടെ ടേസ്റ്റ് കേക്കിൻ്റെ ഉള്ളിലോട്ട് നന്നായിട്ട് കിട്ടും. ഇനി നമുക്ക് കേക്കിൻ്റെ ഐസിങ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ബേസിലേക്ക് കുറച്ച് ക്രീം തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തെടുത്ത ശേഷം ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു ഷുഗർ സിറപ്പ് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം കേട്ടോ കേക്കിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട്. ക്രീം നന്നായിട്ടൊന്ന് ലെയർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഞാനിപ്പോൾ ഫെറാറോ റോച്ചർ ചോക്ലേറ്റിൻ്റെ പീസസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഹേസൽനട്ട് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ന്യൂട്ടല്ല ചേർത്ത് കൊടുത്താലും മതി. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ലെയേഴ്സും ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു കേക്ക് 7 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നിലാണ് ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 4 ലെയറായിട്ട് നമുക്ക് മുറിച്ചെടുക്കാനായിട്ടും പറ്റും. പിന്നെ ഇത് അത്യാവശ്യം നല്ല ഹൈറ്റിൽ തയ്യാറാക്കി എടുക്കാനായിട്ടും പറ്റും. അപ്പോൾ 7 ഇഞ്ചിൻ്റെയോ അല്ലെങ്കിൽ 6 ഇഞ്ചിൻ്റെയോ ബേക്കിംഗ് ടിന്നിൽ 1 കിലോത്തിൻ്റെ കേക്ക് ബേക്ക് ചെയ്തെടുത്താൽ അത്യാവശ്യം നല്ല ഹൈറ്റ് കിട്ടും. ഇതുപോലെ മുകളിൽ ചോക്ലേറ്റ് ഡെക്കറേഷനൊക്കെ എക്സ്ട്രാ വരുന്നൊരു കേക്കാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഹൈറ്റ് വേണം, എന്നാലേ കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈറ്റുള്ള കേക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. 1 കിലോ തൂക്കം വരുന്നൊരു ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് ഞാൻ 4 ഫെറാറോ റോച്ചറിൻ്റെ ചോക്ലേറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 150 റുപ്പീസിന് 4 പീസിൻ്റെ ഒരു പാക്ക് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ അത് യൂസ് ചെയ്താൽ നമുക്ക് 1 കിലോത്തിൻ്റെ കേക്ക് തയ്യാറാക്കാം. ഇപ്പോൾ ഫെറാറോ റോച്ചറിൻ്റെ ചോക്ലേറ്റ് എല്ലാവരും ഹോം മെയ്ഡായിട്ടൊക്കെ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹേസൽനട്ട് വെച്ചിട്ട് തന്നെയാണ് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അല്ലാതെ പീനട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ പുറത്തൊക്കെ ഓർഡർ എടുത്തിട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അത് അവർക്ക് അത്ര ഇഷ്ടമാവില്ല. അപ്പോൾ ശരിക്കും ഒറിജിനലായിട്ടുള്ള ഈ ഒരു ഫെറാറോ റോച്ചറിൻ്റെ ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ വാങ്ങിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. 1 kg തൂക്കം വരുന്ന ഈ ഒരു കേക്കിന് ഞാനിപ്പോൾ വാങ്ങിയത് 1000 റുപ്പീസാണ് കേട്ടോ 1 kgക്ക്. പിന്നെ നമ്മൾ എക്സ്ട്രാ മുകളിൽ വരുന്ന ആ ചോക്ലേറ്റിന് എക്സ്ട്രാ ഒരു 200 കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കേക്കിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്, കാരണം നമ്മൾ ഇതിലേക്ക് ന്യൂട്ടല്ലയും പിന്നെ അതുപോലെ ഫെറാറോ റോച്ചറിൻ്റെ ചോക്ലേറ്റൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം റേറ്റിൽ തന്നെ ഇത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ കേക്കിൻ്റെ ലെയറിലേക്കൊക്കെ ക്രീം വെച്ചിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്രം കോട്ടും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വേറെ ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ടാണ് ബാക്കിയുള്ള ഐസിങ് ചെയ്തെടുക്കുന്നത്. ക്രം കോട്ട് ചെയ്തതിന് ശേഷം അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം വേണം ബാക്കിയുള്ള ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കാനായിട്ട്.
ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് അത്യാവശ്യം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും ലൂസ് വേണം കേട്ടോ, എന്നാലേ നമുക്കിത് ഈസി ആയിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ന്യൂട്ടെല്ലയും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം 1.5 മണിക്കൂറോളം റൂമിൽ വെച്ചാൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് കിട്ടും. അല്ലാതെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് കട്ടയായിട്ട് പോകും. അപ്പോൾ നമുക്കിത് സ്പ്രെഡ് ചെയ്തെടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്കിത് കേക്കിൻ്റെ മീതേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല തണുത്ത കേക്കിൻ്റെ മീതേക്ക് വേണം കേട്ടോ ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. 2:1 എന്നുള്ള റേഷ്യോയിൽ ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും എടുത്താൽ നമുക്ക് കറക്റ്റ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. അതല്ലെങ്കിൽ ചോക്ലേറ്റ് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് സ്പ്രെഡ് ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു കേക്കിൽ യൂസ് ചെയ്തിരിക്കുന്ന ചോക്ലേറ്റ് സ്പോഞ്ചിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ ഐക്കാർഡിലോ കൊടുത്തിരിക്കാം. അപ്പോൾ സാധാരണ ചോക്ലേറ്റ് സ്പോഞ്ച് തന്നെയാണ് നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് ഫോറസ്റ്റ് അതുപോലെ തന്നെ ചോക്ലേറ്റ് ട്രഫിളൊക്കെ തയ്യാറാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന സെയിം ചോക്ലേറ്റ് സ്പോഞ്ച് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ ഐക്കാർഡിലോ ചെക്ക് ചെയ്താൽ മതി. അത്യാവശ്യം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്ത ശേഷം നല്ലൊരു ഫിനിഷിംഗ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പാലറ്റ് നൈഫ് ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് വീണ്ടും ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്ക് അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. കേക്ക് ഇപ്പോൾ നന്നായിട്ട് തണുത്ത് സെറ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതേക്ക് നമ്മൾ വീണ്ടും കുറച്ച് ചോക്ലേറ്റിൻ്റെ ഡെക്കറേഷനും കൂടി കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ട് അതിലേക്കൊരു പിങ്ക് കളർ ആഡ് ചെയ്തിട്ട് ഡ്രിപ്പായിട്ടൊന്ന് കൊടുത്തിരിക്കുകയാണ്. കസ്റ്റമറുടെ ആവശ്യപ്രകാരം ഇതൊരു ചോക്ലേറ്റ് ഓവർലോഡ് കേക്കായിട്ടാണ് ഞാൻ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മീതേക്ക് നമ്മൾ വീണ്ടും കുറച്ച് ചോക്ലേറ്റിൻ്റെ ഡെക്കറേഷനും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മീതേക്ക് കുറച്ച് ഫെറാറോ റോച്ചർ ചോക്ലേറ്റും പിന്നെ ഓറിയോൻ്റെ ഡിപ്പൊക്കെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഐഡിയാസ് അനുസരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ നമ്മുടെ വളരെ റിച്ച് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഫെറാറോ റോച്ചർ കേക്ക് തയ്യാറായിട്ടുണ്ട്. ഈ ഒരു ചോക്ലേറ്റ് കേക്ക് വളരെ ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പിന്നെ ബേക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും മറക്കല്ലേ. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ടും മറക്കല്ലേ. താങ്ക്